കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ വിനോദയാത്രയ്ക്കിടെ മരിച്ച ശ്രീനന്ദയുടെ വീട്ടിലേക്കാണ് മൃതദേഹം അല്പസമയത്തിനകം പാലക്കാട്ടെ കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിക്കും. തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിനോദയാത്രയ്ക്കിടെ ചൊവ്വാഴ്ച കാണാതായ 15 വയസ്സുകാരിയുടെ മൃതദേഹം ഇന്നലെ ഉച്ചയോടെയാണ് കണ്ടെത്തിയത്. വർഷ ഗിരീഷ് ചേരുന്നുണ്ട് കടമ്പഴിപ്പുറത്തെ ശ്രീനന്ദയുടെ വീട്ടിൽ. ഒപ്പം പ്രദീപ് നാരായണൻ ചിക്കമംഗലൂരുവിൽ നിന്നും ചേരും. ആദ്യം വർഷയിലേക്കാണ്. വർഷ, വല്ലാതെ വേദനിപ്പിക്കുന്ന വൈകാരികമായ നിമിഷങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ട് അഭിമുഖീകരിക്കേണ്ടി വരിക എന്നറിയാം. ഒരുപാട് ചിരിച്ചു കളിച്ചു പോയ കുഞ്ഞാണ്, വളരെ ചെറിയ കുട്ടിയാണ്. സങ്കടകരമായിരിക്കും ആ രംഗങ്ങളൊക്കെ തന്നെയും. പറയൂ അവിടെ നിന്നുള്ള വിവരങ്ങൾ. അതെ, തീർച്ചയായും സ്മിത, ക്രിസ്റ്റീന, ഞാനിപ്പോഴുള്ളത് പാലക്കാട്ടെ കടമ്പഴിപ്പുറത്തെ ഈ ശ്രീനന്ദയുടെ കൂത്തറ എന്നുള്ള വീടിന് മുൻപിലാണ്. ഇവിടെ നമ്മൾ വന്നപ്പോൾ തന്നെ നിരവധി ആളുകൾ ശ്രീനന്ദയെ അവസാനമായി കാണാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്നു. കാരണം ഇപ്പോൾ സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ അത്രമാത്രം സന്തോഷത്തിലാണ് ഈ ശ്രീനന്ദ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ നിന്നും പോയത്. അവധിക്കാലം ആഘോഷമാക്കാൻ വേണ്ടി കുടുംബത്തോടൊപ്പം യാത്ര തിരിച്ചതായിരുന്നു. ആ ഒരു യാത്ര ഇങ്ങനെയായി തീരുമെന്ന് ആരും കരുതിയതല്ല. പക്ഷെ അത്രമാത്രം വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതൊന്നും ഇവിടുത്തെ ആളുകൾക്കൊന്നും താങ്ങാൻ കഴിയുന്നതല്ല. അല്പം മുമ്പ് ശ്രീനന്ദയുടെ സഹപാഠികളും സുഹൃത്തുക്കളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കാരണം തൻ്റെ ഉറ്റ സുഹൃത്തിനെ നഷ്ടപ്പെട്ട വേദനയിലായിരുന്നു ഇവരെല്ലാവരും. അതോടൊപ്പം തന്നെ ശ്രീനന്ദയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ട കുട്ടിയാണ്. കലാ, സാംസ്കാരിക, സാഹിത്യ രംഗങ്ങളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടിയാണ്. നൃത്തവും പാട്ടും എല്ലാമായിരുന്നു ശ്രീനന്ദയുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പഠനത്തിലും മിടുക്കിയായിരുന്നു ശ്രീനന്ദ. അത്തരത്തിലൊരു കുട്ടിയെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നഷ്ടപ്പെട്ടപ്പോൾ അത് നാട്ടുകാർക്കുൾപ്പെടെ താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ശ്രീനന്ദയുടെ മൃതദേഹം ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ പെരിന്തൽമണ്ണ എല്ലാം കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ വീട്ടിലേക്ക് മൃതദേഹം എത്തും. എന്തായാലും ശ്രീനന്ദയെ ഒരു നോക്ക് കാണാൻ വേണ്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇനി ഇവിടെ അധികം നേരം ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉടൻ തന്നെ സംസ്കാരത്തിലേക്ക് കടക്കും. ഏകദേശം 1 മണിക്കൂർ നേരം മാത്രമാണ് മൃതദേഹം പൊതുദർശനത്തിന് വെക്കുക. ശേഷം അത് സംസ്കരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും അതേപോലെ ദൃശ്യങ്ങളുമാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. സ്മിത, ക്രിസ്റ്റീന. വർഷ, എനിക്ക് തോന്നുന്നു രാവിലെ ഒരു ബന്ധു പറഞ്ഞിരുന്നത് 1 മണി വരെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും, അതിനുശേഷം സംസ്കാരമെന്നാണ്. സംസ്കാരം എവിടെയാണ് നടക്കുക, അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞെന്നാണോ കുടുംബാംഗങ്ങൾ പറയുന്നത്? സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ ഏകദേശം ഇനി സമയം നോക്കുകയാണെങ്കിൽ ഒരു 10:30-ക്ക് ശേഷമായിരിക്കും മൃതദേഹം ഇവിടെ എത്തുക. ശേഷമാണ് സംസ്കാരത്തിനുള്ള നടപടികളെല്ലാം ആരംഭിക്കുക എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഒരുപാട് നേരം പൊതുദർശനത്തിന് വെക്കില്ല എന്നുള്ള കാര്യമാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഏകദേശം ഒരു മണിയോട് കൂടെ തന്നെ സംസ്കാരം നടക്കുമെന്നാണ് നിലവിൽ നമുക്കറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് ശ്രീനന്ദയെ കാണാൻ വേണ്ടി സ്കൂളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം കാണേണ്ടതുണ്ട്. അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ ശേഷമായിരിക്കും എന്തായാലും പൊതുദർശനത്തിലേക്കുള്ള സംസ്കാരത്തിലേക്കുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കങ്ങളെല്ലാം തുടങ്ങുക. അതെ, ആ അച്ഛനമ്മമാരുടെ ഒരു വല്ലാത്ത ദുഃഖം, അതുപോലെ ഈ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെയാണ് ആ യാത്രയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ വല്ലാത്ത ഞെട്ടലും വൈകാരികമായിട്ടുള്ള അവരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ അല്പസമയത്തിനകം, അതായത് 11 മണി മുതൽ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ശ്രീനന്ദയുടെ വീടിന് മുൻപിൽ നിന്നാണ് വർഷ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വർഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വല്ലാതെ ചിരിച്ചു കളിച്ചൊക്കെ നടന്ന് സന്തോഷത്തോടെ തിരികെ എത്തേണ്ടിയിരുന്ന കുഞ്ഞാണ്. അതുപോലെ എത്രയോ സ്വപ്നങ്ങൾ ബാക്കിയാണ് ആ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയുള്ള മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ, അതെല്ലാം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ വേദനിപ്പിക്കുന്ന രംഗങ്ങളും അവിടെ നിന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വർഷ ശ്രീനന്ദയുടെ കടമ്പഴിപ്പുറത്തെ വസതിയിൽ തന്നെയാണുള്ളത്. വർഷ തുടരുന്നുണ്ട്. അപകടം നടന്ന സ്ഥലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആ സ്ക്രീനിൽ കാണുന്നത്. പ്രദീപ് നാരായണനും സംഘവും അവിടെ എത്തിയിട്ടുണ്ട്. അവർ പകർത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രദീപ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അവിടെ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്. ഒരു പക്ഷേ ടെലിഫോൺ ലൈനിൽ അല്ലെങ്കിൽ ലൈവിൽ കണക്ട് ചെയ്യാൻ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അവിടെ നിന്ന് അവർ പകർത്തിയ ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. 1500ഓളം അടി താഴെയാണ് ഈ മൃതദേഹം കിടന്നിരുന്നത് എന്നാണ് നമുക്ക് ലഭിച്ച വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അസ്വാഭാവികത ഇല്ല എന്ന് പറയുമ്പോഴും വീട്ടുകാർക്ക് ചില പരാതികളും സംശയങ്ങളുമുണ്ട്.
അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞ് പോയ ആ ഒരു അവസ്ഥയിൽ അവർ പറയുന്ന പരാതികൾ അത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട്. അതിൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കേണ്ടതുമുണ്ട്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ചെങ്കുത്തായ പ്രദേശമാണ്. ഇന്നിപ്പോൾ ആ ബന്ധു പറഞ്ഞ അനുസരിച്ചിട്ട് കുട്ടി കുറച്ചു ദൂരം പോയിരുന്നു, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. അതിനുശേഷം കാറിൽ വന്നിരുന്നു, അതിനുശേഷം പിന്നെയും പോയിരുന്നു. എന്ത് തന്നെയായാലും ഞങ്ങളുടെ മനസ്സിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ അങ്ങനെ പോയിരിക്കാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. എന്നാലും അത് സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി അധികൃതർ വേണ്ട അന്വേഷണം നടത്തും എന്നാണ് അവർക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും സന്തോഷകരമായ ഒരു വിനോദയാത്രയ്ക്ക് പോയ കുടുംബം 1500 അടി താഴ്ചയിൽ നിന്ന് മൃതദേഹം ലഭിക്കുന്നു. ഗുരുതരമായ പരുക്കാണ്, തലക്കേറ്റ ഗുരുതരമായ പരുക്കാണ് കാരണമായത്. അതുപോലെ തന്നെ വീഴ്ചയിൽ സംഭവിച്ച ഒടിവും ചതവും ഒക്കെ ശരീരമാകമാനമുണ്ട്. 14 വയസ്സുള്ള കുട്ടിയാണ്. 10ാം ക്ലാസ് പരീക്ഷ നന്നായി എഴുതി റിസൾട്ട് കാത്തിരുന്ന കുട്ടി കൂടിയാണ്. നന്നായി പഠിക്കുന്ന സമർത്ഥയായ ഒരു വിദ്യാർത്ഥി എന്നാണ് അധ്യാപകരും സഹപാഠികളും ഒക്കെ പറയുന്നതെന്നാണ് നമ്മുടെ റിപ്പോർട്ടർ ഷാരിഖ് നവാസ് അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അവിടെ തെരച്ചിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ചെറിയൊരു പ്രതീക്ഷയുടെ ഒരു കണിക അത് ബാക്കി നിന്നിരുന്നു. സംശയാസ്പദമായി കാണാതാകുന്നു, അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കുഞ്ഞ് വഴിതെറ്റിപ്പോയിട്ടുണ്ടാവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിലനിന്നിരുന്നു. അതൊക്കെ പ്രതീക്ഷയുടെ ഒരു ചെറിയ കണികയുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇല്ലാതാക്കിയാണ് ഇന്നലെ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. അതോടെ അവിടെ തളർന്നു വീണ അമ്മയുടെ ദൃശ്യങ്ങളൊക്കെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് എത്തി അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളെല്ലാം നമുക്ക് വർഷയോട് തേടേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രതിനിധി പ്രദീപ് നാരായണനും നമ്മുടെ ക്യാമറമാനും അവിടെ എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ചിക്കമംഗലൂരുവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് കാഴ്ചകൾ കണ്ട് സന്തോഷത്തോടെ യാത്ര പൂർത്തിയാക്കി മടങ്ങി എത്തേണ്ടവരാണ്. പക്ഷേ വല്ലാതെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വാർത്തകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അമ്മയുടെയും അച്ഛൻ്റെയും ബന്ധുക്കളുടെയും ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. വർഷ അവിടെ തുടരുന്നുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ചിക്കമംഗലൂരുവിൽ നിന്നുള്ള അപകടം നടന്ന സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ. അവിടെ നമ്മുടെ പ്രതിനിധി ഉണ്ട്. കണക്ട് ചെയ്യാൻ സാധ്യമാകുന്ന സമയത്ത് പ്രദീപ് അവിടുത്തെ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കും. ഇപ്പോൾ വർഷയിലേക്ക് തന്നെ നമ്മൾ തിരികെ പോവുകയാണ്. വർഷ, ഏകദേശം എപ്പോഴേക്ക് ഈ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചേരും? എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അവിടെ നടത്തിയിരിക്കുന്നത്? സ്മിത, ക്രിസ്റ്റീന, എന്തായാലും 10:30 മൃതദേഹം ഇവിടെ വീട്ടിലെത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ 11:00-ക്കാണ് ചിക്കമംഗളൂരിൽ നിന്നും ആംബുലൻസ് പുറപ്പെട്ടത്. ശേഷം വയനാട് വഴിയാണ് ഇങ്ങോട്ട് എത്തുന്നത്. എന്തായാലും 10:00 തന്നെ ഇവിടെ എത്തുമെന്നുള്ളതാണ് നമുക്ക് ബന്ധുക്കളിൽ നിന്നെല്ലാം അറിയാൻ കഴിയുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ നേരം പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ശേഷം ഈ തിരുവില്ലാമല പാമ്പാടി ഐവർമഠത്തിലാണ് ശ്മശാനത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. എന്തായാലും വളരെ വേദനയോട് കൂടിയാണ് നമ്മൾ ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം ആളുകളെല്ലാം വളരെ വേദനയോട് കൂടി തന്നെയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു ഈ നാട്ടുകാർക്കെല്ലാം ശ്രീനന്ദ എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയ ശേഷം അവധിക്കാലം മനോഹരമാക്കാൻ വേണ്ടിയാണ് അച്ഛനോടും അമ്മയോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒപ്പം ശ്രീനന്ദ ഈ വീട്ടിൽ നിന്നും വിനോദയാത്രയ്ക്കായി പോകുന്നത്. ഒരിക്കലും ഇത്തരമൊരു സംഭവം ഉണ്ടാകുമെന്ന് ആരും കരുതിയതല്ല. അതുകൊണ്ട് തന്നെ ഇത് കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിട്ടുള്ള ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.